അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മത്സരിക്കില്ല എന്നുറപ്പിച്ച് പറയാൻ വരട്ടെ. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കും. പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹം BJPയുടെ പിന്തുണയോടായിരിക്കുമോ അതോ കോൺഗ്രസിൻ്റെ പിന്തുണയോടെയായിരിക്കുമോ, ഇനി ഇവർ രണ്ടും കൂടിയായിരിക്കുമോ അദ്ദേഹത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള വഴി CPM കണ്ടെടുത്തിട്ടുണ്ട്. അതായത് അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരിക സർവശക്തനായിട്ടുള്ള പത്മകുമാറാണ്. ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻറ്റും മുൻ MLAയുമായ ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള പത്മകുമാർ. അപ്പോൾ അദ്ദേഹത്തിനെയാണ് അവർ സ്ഥാനാർത്ഥിയായിട്ട്, അതിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ജാമ്യം വരത്തിലൂടെ പുറത്തിറങ്ങാനുള്ള വഴികളെല്ലാം വളരെ നിഗൂഢമായിട്ടും രഹസ്യമായിട്ടും SITയെ കൊണ്ട് സംഘടിപ്പിച്ച് തക്ക സമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് വിജ്ഞാപന ചട്ടം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് സുരക്ഷിതനായിട്ട് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തിനാ അമ്പലപ്പുഴയിൽ മത്സരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു. അമ്പലവുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ള ഇതിപ്പരം വേറെ ആളുണ്ട്. അപ്പോൾ തകഴിയുടെ ആ മണ്ഡലത്തിൽ, തകഴി ജീവിച്ചിരുന്ന തകഴി ഉൾപ്പെടുന്ന ആ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരാളിനെ കൊണ്ടുവച്ചുകൊണ്ട് തകഴിയുടെയും അമ്പലപ്പുഴയുടെയും, അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെയും അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെയും കുഞ്ചൻ നമ്പ്യാർ അവിടെ വന്നിരുന്നിട്ടുണ്ട്. അമ്പലപ്പുഴ അമ്പലത്തിൽ അദ്ദേഹം വന്ന് ഭജന വരുന്നിട്ടുള്ള ക്ഷേത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും അവിടെയുണ്ട്. അമ്പലത്തിൽ പോകുന്നവർക്ക് അതറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഖ്യാതി ഒന്ന് വർദ്ധിപ്പിക്കാൻ പറ്റിയ ആളെന്ന് പറഞ്ഞ പത്മകുമാർ, പരിശുദ്ധൻ, പരമശുദ്ധൻ, അങ്ങനെയുള്ള ഒരാളെയാണ് അവർ തേടിയത്. ഇപ്പോൾ ശുദ്ധനായിട്ട്, ഇപ്പോൾ ഇതിപ്പരം ആരുണ്ട് ഈ കേസിലൊന്നും ഒരു വിധത്തിലുള്ള അഴുക്കും പറ്റാതെ പുറത്തിറങ്ങിയ തൂവള്ള വസ്ത്രധാരിയായി പുഞ്ചിരിയോടുകൂടി അങ്ങോട്ട് പോയ ചിരിയോട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. പിന്നെ കുറച്ച് കാലം അവിടെ ജയിൽ ചപ്പാത്തി, അതുപോലെ തന്നെ മറ്റ് ചിക്കൻ കറി, ഇങ്ങനെയുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യകളുമായിട്ട് അവിടെ കഴിഞ്ഞു കൂട്ടി കുറച്ച് കാലം. അതിവിടെ കട്ടിലുമൊക്കെ കൊടുത്ത് സാധാരണ പ്രതികൾ നിലത്ത് കിടക്കേണ്ടി വരും. അദ്ദേഹം മുൻ MLA എന്നുള്ളത് അവിടെ സുഖമായിട്ട് ഒരു സുഖവാസവും കഴിഞ്ഞ്. അത് എപ്പോഴാണ് പോയത്? SITക്ക് മുമ്പിൽ ഹാജരായത് തന്നെ ബലാബിയിൽ കൂടി കൂട്ടി വെച്ചിട്ടുള്ള സ്വത്തുക്കളുടെ എല്ലാം വളരെ സുരക്ഷിതമായിട്ടുള്ള ഭദ്രമായിട്ടുള്ള അതിൻ്റെ ആധാരമൊക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം നേരെ ജയിലിൽ പോയി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി പോയി തിരിച്ച് പൂർവാധികം ശക്തിയായി വന്നിരിക്കുക. അപ്പോൾ സുധാകരനെ നേടിയ സുധാകരൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, വളരെ മരാമത്ത് വകുപ്പിലിരുന്നു കൊണ്ട് വലിയ അഴിമതി കാണിച്ച, ദേവസ്വം വകുപ്പിലിരുന്നു കൊണ്ട് വളരെ അഴിമതി കാണിച്ച ഒരു വ്യക്തിയല്ലേ. കളങ്കിതനായിട്ടുള്ള ടൈൻറ്റഡ് ആയിട്ടുള്ള വ്യക്തി. അങ്ങനെയുള്ളവർക്കൊന്നും ഇനി CPM സ്ഥാനമില്ല. ഇതുപോലെ പത്മകുമാറിനെ പോലെ വളരെ വളരെ പരിശുദ്ധരായിട്ടുള്ള ആളുകളെയാണ് അവർക്കിനി വേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുടെ പട്ടിക നമ്മളിനി വരുമ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് കാണാം. അവിടെ ഇടം പിടിക്കും. അതൊക്കെ ഇനി കാണാൻ പോകുന്ന കാര്യം. അപ്പോൾ അദ്ദേഹം ഇവിടെ മത്സരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും പരിശുദ്ധനായിട്ട് ഒരാളിൻ്റെ MLA സ്ഥാനം അമ്പലപ്പുഴയ്ക്ക് ലഭിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കഷ്ടപ്പെട്ട ഒരാൾ വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ പറ്റിയ സ്ഥലമെന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാൻ തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ അനുവാദം കിട്ടും. കാരണം അവിടെ അങ്ങനെയുള്ള പരിശുദ്ധരായിട്ടുള്ളവരാണല്ലോ ജില്ലാ കമ്മിറ്റിയിലും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് തന്നെ കഴിയും. അദ്ദേഹം പോയത് സാധാരണ സബ് ജയിലിലൊന്നും അല്ല പത്മകുമാർ പോയത്, പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. അവിടെയാണ് ഈ ചപ്പാത്തികളുടെയൊക്കെ മാനുഫാക്ചറിങ് നടക്കുന്ന കേന്ദ്രം. ജയിൽ ചപ്പാത്തി, അതുപോലെ വസ്ത്രങ്ങൾ, ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ കേരളത്തിലെ ഒരു വ്യവസായ സ്ഥാപനം എന്ന് പറയുന്നത് വേറെ ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കുറ്റകൃത്യത്തിലുള്ള വ്യവസായമാണല്ലോ. കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതലുള്ളത് കേരളം തന്നെയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കുറ്റവാളികളുടെ എണ്ണം, അവിടുത്തെ തൊഴിലാളികളുടെ എണ്ണം അതായിട്ട് മനസ്സിലാക്കണം, അതായിട്ട് വായിച്ചെടുക്കണം. അത് ഏറ്റവും അധികം തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ മാറിയിട്ടുണ്ട്. അവിടെയെന്നാണ് അദ്ദേഹം ഇവിടെ വിശ്രമം എടുത്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ള സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു സർപ്രൈസ് ആകാൻ വേണ്ടി CPM അതിങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ എംബാർഗോ എന്ന് പറയും, പുറത്തോട്ട് പറയാതെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ പിന്നൊരിക്കൽ പറയാൻ വേണ്ടിയിട്ടാണ്.
അതീവ രഹസ്യമായിട്ട് എന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് നമ്മൾ എംബാർഗോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എംബാം ചെയ്തല്ല കേട്ടോ, എംബാം എന്നുള്ളതിന് വേറെയാണ് അർത്ഥവും മാനവും ഒക്കെ. അതുകൊണ്ട് എംബാർഗോ ചെയ്ത് വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുകൊണ്ട് 90 ദിവസം കഴിഞ്ഞ് വളരെ മാന്യനായിട്ട് അദ്ദേഹം സമൂഹത്തിനിടയിലും പാർട്ടിക്കിടയിലും പ്രവർത്തനം ഉച്ചരാക്കി നടപ്പാക്കും. അതുപോലെ ഈ അഴിമതി നിറഞ്ഞ ജി സുധാകരനെ പോലെയുള്ള ആൾക്കാരെ വേണ്ടാന്ന് അദ്ദേഹം ദേവസ്വം ബോർഡ് ഭരിച്ചപ്പോൾ എന്താണ് അവിടെ കൊടുക്കേണ്ടവർക്കൊന്നും വേണ്ടതുപോലെ കൊടുത്തില്ല, കക്കേണ്ടവർക്ക് കക്കാനുള്ള അവസരം എടുത്തില്ല, പാർട്ടിക്കുള്ള ലെവി കൊടുത്തില്ല, പാർട്ടിക്ക് കിട്ടേണ്ട സംഭാവനകൾ അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. പത്മകുമാർ അങ്ങനൊന്നുമല്ല. പാർട്ടിക്ക് വേണ്ട പാർട്ടിയിലേക്ക് അവിടെ നിന്ന് ചെല്ലേണ്ടതെല്ലാം യഥാസമയം ചെല്ലും എന്ന് ഉറപ്പുവരുത്തിയ ആളാണ്. സ്വർണത്തിനെ ചെമ്പാക്കി മാറ്റി പാർട്ടിക്ക് വേണ്ടി അങ്ങനെ ഒരു ധീര രക്തസാക്ഷി കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ തീർച്ചയായിട്ടും മത്സരിക്കാം. അങ്ങനെ പാർട്ടിയുടെ വോട്ടുകൾ കൊണ്ട് അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിനെ എതിർക്കാൻ വരുന്നത് ജി സുധാകരനായിരിക്കും. ജി സുധാകരൻ പാർട്ടിയുടെ പിൻബലമില്ല, പ്രാഥമിക അംഗത്വം ഉണ്ടായിരുന്നു, ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കാനാണ് പാർട്ടി അനുമതി കൊടുത്തത്. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പാർട്ടി പറഞ്ഞതുപോലെ പാർട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാമാണെന്ന് എം വി ഗോവിന്ദൻ ഒരിക്കൽ കൂടി തെളിയിച്ചു. സുധാകരനെ ഞങ്ങൾ അമ്പലപ്പുഴയിൽ കൊടുക്കില്ല എന്ന് പരസ്യമായിട്ട് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു. തിരുവായിക്ക് പിന്നെ എതിർവായില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പുതുക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ എനിക്കൊരു തീരുമാനം ബാക്കിയുണ്ട്. ഒരു അംഗത്വമുണ്ട്, പാർട്ടി അംഗത്വം എന്നുള്ള ഒരു മേൽവിലാസം, അത് ഞാനും വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ സർവ്വസംഘ പരിത്യാഗിയായി പാർട്ടിയിൽ നിന്ന് ഇദ്ദേഹം പുറത്തിറങ്ങി. എപ്പോഴും പത്മകുമാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പത്മകുമാർ പത്മകുമാർ അദ്ദേഹം ജയിലിൽ നിന്ന്, പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അതേസമയം തന്നെ പാർട്ടിയിൽ നിന്ന് ജി സുധാകരനും പുറത്തേക്ക് വന്നു. പാർട്ടിയുടേത് ഒരു തടവറയാണല്ലോ. ആ തടവറയിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് വന്നു. ഇനിയിപ്പോൾ ജി സുധാകരൻ തീരുമാനിച്ചില്ലെന്നാണ് പറയുന്നതെങ്കിലും അമ്പലപ്പുഴ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ആവേശവും ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഈ ആവേശത്തിൻ്റെ ഒരു അലമാലകളിൽ അവിടെ മത്സരിക്കും. പിന്തുണ കൊടുക്കാൻ ആരുണ്ടെന്നൊന്നും അദ്ദേഹം നോക്കില്ല. അവിടെ നിന്ന് മത്സരിക്കണം, അതൊരു വാശിയാണ്, അത് നിർവഹിക്കും. നല്ല കണ്ടസ്റ്റ് ആയിരിക്കും. പത്മകുമാറും ജി സുധാകരനും തമ്മിൽ രണ്ടും CPMൻ്റെ അടിസ്ഥാനമുള്ള മാസ് ബേസിലുള്ള ആളുകളുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ്. പാർട്ടിയുടെ രണ്ട് മുഖങ്ങൾ അല്ലെങ്കിൽ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഇപ്പോൾ അവിടെ ഏറ്റുമുട്ടാൻ പോകുന്നത്. എന്തായാലും ശരി, പാർട്ടി ഓട്ടക്കാലണ എന്നാണ് ജി സുധാകരനെ വിശേഷിപ്പിക്കുന്നത്. പത്മകുമാർ അങ്ങനല്ല. ജയിലിൽ ഇത്ര നാൾ കിടന്നിട്ടും അദ്ദേഹത്തിനെതിരെ കുറ്റം ചാർത്തലൊക്കെ കോടതിയിൽ നടന്നെങ്കിലും പാർട്ടി അദ്ദേഹത്തിനെ കൈവിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അംഗത്വം മാത്രമല്ല, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്വം കൂടി സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. അവർ പ്രമാണത്തിൽ വരുമ്പോൾ അതെടുത്ത് കയ്യിലോട്ട് അങ്ങ് കൊടുക്കും. നമ്മൾ ഈ താമ്രപത്രമൊക്കെ കൊടുക്കില്ലേ, അതും ചെമ്പോലയാണ്, ചെമ്പുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ചെമ്പോലയിൽ അതൊക്കെ അങ്ങ് കൊടുക്കും, അദ്ദേഹത്തിനെ സ്വീകരിക്കും. ഇനിയും ബൊക്കയുമായിട്ട് പാർട്ടി സഖാക്കൾ അവിടെ എത്തിയിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള സ്വീകരണം കൊടുത്ത് അമ്പലപ്പുഴയിലേക്കൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അമ്പലപ്പുഴ വേല കാണാം. അതാണിപ്പോൾ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ. അതായിരിക്കും ഏറ്റവും ഉദ്വേഗഭരിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. സ്വതന്ത്രനാണ് ജി സുധാകരൻ, പക്ഷേ പിന്തുണ CPMും BJPയും ഒരുപോലെ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. കാരണം അദ്ദേഹം ഇറാനെ പോലെ ഒറ്റപ്പെട്ട യുദ്ധം നടത്തുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ പണ്ട് അറബുകളോട് ചെയ്തതുപോലെയുള്ള ഒറ്റപ്പെട്ട യുദ്ധത്തിലാണ്. അപ്പോൾ അതുപോലെ വരരുത്, ഒറ്റപ്പെടുത്തരുത്, പിന്തുണകൾ ഉണ്ടാകണം. കാരണം എന്താണ്, പത്മകുമാറിനോട് നിങ്ങളുടെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ജി സുധാകരന് പിന്തുണ കൊടുത്തു എന്നുള്ളൊരു സായുജ്യം പ്രാപിച്ചുകൊണ്ട്, കാരണം ദേവസ്വം ബോർഡിനെ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി തൻ്റെ സ്ഥാപനം എന്നുള്ള നിലയിൽ നടത്തിയ ആളാണ്. ആ സമയത്ത് ദേവസ്വം മന്ത്രിയായിരിക്കും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളൊരു വിശ്വാസിയായി തീർന്നു? അദ്ദേഹം ഒട്ടും ക്ഷുഭിതനാകാതെ പറഞ്ഞ മറുപടി ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഞാൻ എൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. ഭരണഘടനയെ ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം വാഴ്ത്തുന്ന കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ ഇപ്പോഴത്തെ VN വാസവനും ഒന്നും അറിയാത്ത സത്യം. ഭരണഘടനാപരമായ ബാധ്യത നിങ്ങൾക്കുണ്ടായിരുന്നു ശബരിമലയെ പരിപാലിക്കുന്നതിൽ, സംരക്ഷിക്കുന്നു.